ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. 10 വർഷമായിട്ട് നീട്ടി കൊണ്ടുപോയ കാര്യമാണ് ചെയ്യാൻ പോകുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പല്ലിന് ക്ലിപ്പ് ഇടാൻ പോവാണ്. അപ്പോൾ ഓരോ തവണയും ഞാൻ ഡോക്ടറെ കാണിക്കാൻ പോകുന്ന സമയത്ത് എൻ്റെ പല്ല് കണ്ടിട്ട് എന്താ നാളെ ചെയ്യുക, ബുക്ക് ചെയ്യുക, അങ്ങനെയാണെങ്കിൽ അടുത്ത ദിവസം വാ എന്നെല്ലാം പറഞ്ഞിട്ട് വെക്കും. ഞാൻ ഓക്കെ, ഞാൻ വന്നേക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 10 വർഷം നീട്ടി കൊണ്ടുപോയി. പിന്നെ വേറെ ഒരു വഴിയും ഇല്ലാതെ ഞാനിത് ഇപ്പം ക്ലിപ്പ് ഇടാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ടെൻഷനാണ്. എനിക്ക് പല്ല് പൊരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര പേടിയാണ്. പിന്നെ ഇപ്പം വേറെ ഒരു വഴിയും ഇല്ല. എൻ്റെ പല്ല് നല്ല ഫ്രണ്ടിലോട്ട് തള്ളി വരുവാണ്. അപ്പം അങ്ങനെയാണ് ഞാൻ ഈ ഡിസിഷൻ എടുത്തത്. അപ്പോൾ ഇത് നമ്മൾ പോയി ബൈ. വരുന്ന 2 പേര് ഷിഫ്റ്റിച്ചില്ലേ? ഓ ഞാൻ ഭക്ഷണം എല്ലാം കഴിച്ച്. അപ്പം എൻ്റെ സപ്പോർട്ടിന് വരുന്ന ആളാണ് ഇളയമ്മ ഷിഫ്റ്റേച്ചി. കമോൺ പോവാ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനാബിൾ ചെയ്യണേ. അപ്പം നമ്മൾ 3 പേര് ഓട്ടോയിലാണ് പോയത്. ഇവിടെ നിന്ന് എൻ്റെ വീട്ടിൽ നിന്ന് തലശ്ശേരിക്ക് 3 കിലോമീറ്ററാണുള്ളത്. അപ്പം സ്ഥലം ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതെവിടെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തലശ്ശേരി മലബാർ ഗോൾഡിൻ്റെ ഒക്കെ ഓപ്പോസിറ്റാണ് ഇവരുടെ ക്ലിനിക്ക് വരുന്നത്. പല്ലിന് ക്ലിപ്പിടുന്ന ഡോക്ടർ മന്ത്ലി 2 ആണ് വരുന്നത്. 2 ഡേയ്സ് മാത്രമേ വരൂ. അപ്പോൾ ഇവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. അതേപോലെ തന്നെ ആ ടൈമിന് നല്ലോണം മഴയും പെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളതുകൊണ്ട് ഉള്ളിലേക്ക് കയറി നിന്നു. പിന്നെ എൻ്റെ ടേൺ എത്തി. ഡോക്ടർ ഏതൊക്കെ ക്ലിപ്പിൻ്റെ ഒക്കെ ഇങ്ങനെ പറയാം. ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ക്ലിപ്പുണ്ട്, പെട്ടെന്ന് നീങ്ങുന്ന ക്ലിപ്പുണ്ട്, പിന്നെ സാധാരണ ക്ലിപ്പ്, മെറ്റലിൻ്റെ ക്ലിപ്പുണ്ട്, പിന്നെ പല്ലത് കളറിലെ ക്ലിപ്പുണ്ട്. അപ്പോൾ മെറ്റലിൻ്റെ ക്ലിപ്പിന് 18,000 മുതൽ തുടങ്ങും. 18,000 കഴുത്തുണ്ട്. പിന്നെ പല്ലതേ ക്ലിപ്പിന് അപ്പോൾ എൻ്റെ താഴത്തെ ആ ഫ്രണ്ടിലത്തെ പല്ലിന് മാത്രം ക്ലിപ്പിട്ട് അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചക്ഷൻ വെച്ചിട്ട് പുറത്ത് നിർത്തിയിരിക്കുകയാണ് 2 പല്ല് പൊരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടുന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ പിന്നെ അതിനുശേഷം മിണ്ടിയിട്ടില്ല. ഒരു അക്ഷരം ഒരാളുടെ അടുത്തും മിണ്ടിയിട്ടില്ല. അപ്പം അപ്പം ഡോക്ടറെ അടുത്ത് നിന്ന് കഴിഞ്ഞ് പല്ലൊക്കെ പിടിച്ച് വന്നു. ഫുൾ തിരുത്തിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ എന്നോട് പനി അടിച്ച് പിടിക്കാൻ പറഞ്ഞിട്ട് ഞാൻ പനിയൊക്കെ കടിച്ച് പിടിച്ചു. പക്ഷേ എങ്ങനെയുള്ളതെന്ന് എനിക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നല്ല. അവരെല്ലാവരും ചിരിക്കുകയായിരുന്നു എൻ്റെ കളി കണ്ടിട്ട്. അപ്പോൾ പിന്നെയാണ് ഈ ഒരു ടൈമിനാണ് ഞാൻ എങ്ങനെയാണ് പല്ല് പിടിച്ച് വെച്ചിരിക്കുന്നതെന്ന് കണ്ടത്. നോക്കുമ്പോൾ ചുണ്ട് ക്ലോസ് ചെയ്യാതെ. അപ്പോൾ എനിക്കും ചിരി വന്നു. ഇങ്ങനെയൊക്കെയോ മാസ്ക് കിട്ടി ഇങ്ങനെ നടന്നു. പിന്നെ നമ്മൾ വേഗം മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് മരുന്നൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ അവിടെ പോയി. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് എനിക്ക് വേറെ മരുന്നും കൂടി ഉണ്ടായിരുന്നു. അപ്പം അവിടെ നിന്ന് അതൊക്കെ വാങ്ങിച്ചു. പക്ഷേ തന്നതിലുള്ള കംപ്ലീറ്റ് മരുന്നും കിട്ടാത്തത് കൊണ്ട് ഒന്ന് ഇവിടുന്ന് വാങ്ങിച്ചു. പിന്നെ നമ്മൾ നേരെ പോയത് ഇവിടുന്ന് ഈ മരുന്ന് കിട്ടിയതിന് ശേഷം മഞ്ഞോടി പോയിട്ട് അവിടുത്തെ ഒരു മെഡിക്കൽ ഷോപ്പുണ്ട്. അവിടെ ഒരുവിധം എല്ലാ മരുന്നുകളും കിട്ടുന്നതാണ്. അപ്പം അങ്ങനെ അവിടത്തേക്ക് പോയി. പക്ഷേ അവിടുന്ന് കിട്ടിയായിരുന്നു, മരുന്ന് കിട്ടി. ഉച്ച സമയത്തുകൊണ്ട് നല്ല ബ്ലോക്കായിരുന്നു റോഡിലൊക്കെ. തലശ്ശേരി തന്നെയാണ് ഉണ്ടായിരുന്നത്. അപ്പം അവിടെ നല്ല ബ്ലോക്ക് പെട്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് ക്യാരറ്റും
ഇതിന് ശേഷം നമ്മൾ നേരെ ബേക്കറിയിൽ പോയി കുറച്ച് കഴിക്കണമല്ലോ. പല്ലിൻ്റെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കട്ടിയുള്ളതൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ലൈറ്റായിട്ട് ഉള്ള ബ്രെഡും അങ്ങനത്തെ സാധനമൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ പാറാടി പോയി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ മാസ്ക് കഴിച്ചിട്ട് ഇതെങ്ങനെയുള്ളത് നോക്കുന്നുണ്ടായിരുന്നു. എനിക്കൊന്നും ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ വീട്ടിലേക്ക് വന്നു. അപ്പം എല്ലാവർക്കും ഞാൻ കാണിച്ചു കൊടുക്കാൻ പോകുമായിരുന്നു എങ്ങനെ ക്ലിപ്പിട്ടതും അതേപോലെ തന്നെ പല്ല് പൊടിച്ചതൊക്കെ. കാരണം എന്താ വെച്ചാൽ ആദ്യമായിട്ടാണ് ഞാൻ ക്ലിനിക്കിൽ പോയിട്ട് കരയാതെ വരുന്നത്. അല്ലെങ്കിൽ പല്ല് ഇഞ്ചക്ഷൻ വെക്കാമെന്ന് വെച്ചാൽ തന്നെ എനിക്ക് തീർന്നു, അങ്ങനത്തെ അവസ്ഥയാണ്. അപ്പോൾ എല്ലാവർക്കും കാണിച്ചു കൊടുത്തു. എല്ലാവരും ഭയങ്കരമായിട്ട് ഇത്ര പേടിച്ചോ, വേദന ഉണ്ടായിരുന്നൊക്കെ ചോദിച്ചു. അങ്ങനെ വൈഷ്ണവെ കാണിച്ചു കൊടുത്തു. പിന്നെ അമ്മമ്മയും യശോച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് രണ്ടാൾക്കും കാണിച്ചു കൊടുത്തു. യശോച്ചി അവൻ പറയുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഒന്ന് തിരിച്ചെന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഭക്ഷണം കഴിക്കുമ്പോളെ ബ്രെഡ് അതാ ബ്രെഡ് അങ്ങോട്ടുള്ളത് ഇതാക്കണ്ട അപ്പോൾ എന്തുണ്ടായാലും ജൂലിക്കും ലൂസിക്കും കാണിച്ചു കൊടുക്കാണ്ട് അങ്ങനെ കാണിച്ചു കൊടുത്തു. പിന്നെ ഇങ്ങനെയാണ് എൻ്റെ ക്ലിപ്പ് ഇട്ടിരിക്കുന്നത്. താഴത്തെ ആ ഒരു ഫ്രണ്ടിലത്തെ സെഷൻ മാത്രമേ ഇട്ടിട്ടുള്ളൂ, കംപ്ലീറ്റ് ഇട്ടിട്ടില്ല. പിന്നെ മേലത്തെയും താഴത്തെയും 2 പല്ലും പൊരിച്ചു. ഇനി അടുത്ത 2 പല്ലും കൂടി പൊരിക്കണം അപ്പുറത്തെ സൈഡിലുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.